അനുഗ്രഹീതമായ തലങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ ഈ ഒരു ക്ലാപ്പ് മതിയോ? ഗുഡ് ഈവനിങ് ഓൾ. ഹലോ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഈ അഭിമാന മുഹൂർത്തം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിവിടെ 1.5 വർഷം മുമ്പ് ഈ ചരിത്രമുറങ്ങുന്ന വയനാടിന്റെ മണ്ണില് പുൽപ്പള്ളിയുടെ ഈ സമീപ പ്രദേശങ്ങളിൽ തുടങ്ങി അന്ന് 5 സെന്റ് സ്ഥലവും 20 ചന്ദന മരങ്ങളും ഇവിടെയും അതല്ല മറ്റു ജില്ലകളിലുള്ള ഒരുപാട് സ്നേഹനിധികൾക്ക് നൽകിക്കൊണ്ട് അടുത്ത 10 വർഷക്കാലം കൊണ്ട് അവരെയെല്ലാം, അതായത് 28,000 പേരെ കോടീശ്വരന്മാരാക്കാൻ പോകുന്ന ഒരു പ്രക്രിയയുടെ 2ാം ഘട്ടത്തിന്റെ വിജയമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. യെസോന്നോ? കൊടുക്കേണ്ട കയ്യടി പൊൻതാരകങ്ങളായ എംഡിക്കും ചെയർമാനും ബഹുമാന്യനായ എംഡി ഡോക്ടർ നിഷാദ് അബൂബക്കർ സാർ. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് കമ്മീഷണർ കൂടിയാണ്. യാതൊരു രക്ഷയില്ലട്ടോ. മുത്ത് പൊളിക്കൂലേ? കൊടുക്ക് മുത്തിന് നല്ലൊരു കയ്യടി. മനോഹരമായ പറഞ്ഞതെല്ലാം, അക്കമിട്ട് പറഞ്ഞതെല്ലാം അതിനു മുന്നേ ചെയ്തു തീർക്കാൻ കെൽപ്പുള്ള ഒരെന്റെ ഡോക്ടർ നിഷാദ് അബൂബക്കർ സാർ. ബ്രെയിൻ ഓഫ് ജസ്പേഡിന്റെ ഈ ചിന്താഗതിയെ, അതിന്റെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഇതല്ല അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്, ഇതുപോലെയല്ല, ഇതല്ലട്ടോ, ഇതിനേക്കാളും അപ്പുറം 10 അല്ല 100 അല്ല 1000 ഇരട്ടി വിജയത്തിന്റെ ഗാഥകൾ രചിക്കാൻ കഴിവുള്ള ഒരു ജസ്പേഡിനെയാണ് നിങ്ങൾ വളർത്തിയെടുക്കാൻ പോകുന്നത് പറഞ്ഞുകൊണ്ട് ലോക ചരിത്രത്തിൽ ആദ്യമായി ഈ കേവ് കോട്ടേജ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സാൻഡൽവുഡ് പ്ലാന്റേഷൻ ആയിക്കോട്ടെ, അതിന്റെ ബുദ്ധി കേന്ദ്രമായി നമ്മളോടൊപ്പം ചങ്കായി നിൽക്കുന്ന ബ്രെയിൻ ഓഫ് ജസ്പേഡ് നിസാർ അബൂബക്കർ സാർ കൊടുക്കണം നല്ലൊരു ക്ലാസ്. അതിലേറെ ഇന്ന് 90 കോട്ടേജുകൾ ഇവിടെ വരുമ്പോ അതിൽ ആദ്യത്തേതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ദൈവം അനുഗ്രഹിച്ച ഒരു അനുഗ്രഹീത കലാകാരിയുണ്ട്. നമ്മുടെ അമ്മയുടെ ഏറ്റവും നന്മകൾ എന്ന ഒരു സ്ഥാനം കൂടി ഏറ്റെടുത്തുകൊണ്ട് വിജയരഥത്തിലേറിക്കൊണ്ട് ഇവിടെ നമ്മൾക്കായി പുഞ്ചിരിയോടെ കയറി വന്ന മിസ്സസ് സരയു കൊടുക്കേണ്ട ജസ്പേഡിന്റെ മനോഹരമായ കയ്യടി. അതിലേറെ നമുക്ക്
പുൽപ്പള്ളിയുടെ അനുഗ്രഹീത വ്യക്തിത്വം ബഹുമാന്യനായ പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ അവർ ജസ്പോരിനൊരു സ്നേഹമുണ്ട്. വരുന്ന അതിഥികളെ ഏറ്റവും അനുഗ്രഹീതമായി അനുഗ്രഹിക്കാൻ നല്ലൊരു ക്ലാപ്പ് അദ്ദേഹത്തിന് കൊടുക്കണം സ്നേഹപൂർവ്വം. ഒപ്പം പ്രിയമുള്ളവർ, ഇന്ന് വിദേശങ്ങളിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വിദേശങ്ങളിലും ദഹലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ, കുവൈറ്റ്, ഒമാൻ, യൂറോപ്പ്, UK, ജോർജിയ ആൻഡ് ഇന്ത്യ, അതിന്റെ ചെയർമാനായി കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായി ഒരുപാട് കാര്യങ്ങൾ നന്മ നിറഞ്ഞ് ചെയ്തുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു കാര്യം ഇവിടെ പ്രഖ്യാപിക്കും. ആ അനുഗ്രഹീത വ്യക്തിത്വം കൂടി ഇന്ന് നമ്മുടെ അതിഥിയായി കിട്ടിയെന്നതിൽ ജസ്പോരിന് അഭിമാനിക്കാം. നല്ലൊരു കൈയ്യടി അദ്ദേഹത്തിന് കൂടി നൽകിക്കൊണ്ട് ഈ ധന്യമായ നിമിഷങ്ങളിൽ നമ്മളിതാ ഉദ്ഘാടന ചടങ്ങിന്റെ ഏറ്റവും അനുഗ്രഹീതമായ മുന്നിലേക്ക് എത്തിച്ച ഇൻഡസ്ട്രീസ് സ്റ്റേറ്റ് കമ്മീഷണർ, അതുമാത്രമല്ല ജസ്പോരിന്റെ ഓരോ നിമിഷങ്ങളിലും അർത്ഥതലങ്ങൾ സമ്മാനിച്ചുകൊണ്ട് നമ്മളാക്കിക്കൊണ്ട് അസാധാരണക്കാരെ, അല്ലെ, തീർച്ചയായിട്ടും സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റിക്കൊണ്ട് ഒരുപാട് നന്മകൾ സമ്മാനിച്ച അതുല്യ പ്രതിഭ, ആ അനുഗ്രഹീത വ്യക്തിത്വത്തെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നതിനായി ധന്യമായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹാർട്ടി വെൽക്കം ഡോക്ടർ നിഷാദ് അബൂബക്കർ സാർ. അങ്ങേയേറെ ആദരപൂർവ്വം ഈ ധന്യമായ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ക്ഷമ ചോദിക്കുന്ന മഴ വന്നില്ലെന്ന് പറയാനില്ലല്ലോ, അല്ലേ? നമ്മൾ എന്തായാലും നമ്മുടെ മെഗാ ഉദ്ഘാടനം നടക്കുന്നത് അടുത്ത 28-ാം തീയതി ആയിരിക്കും. ഇതൊരു ട്രയലാണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ നടക്കുന്നു നോക്കിയിട്ടായിരിക്കും നമ്മൾ ബാക്കി, അല്ലേ? ഇന്ന് കാർ പാർക്കിങ്ങിൽ ചെറിയ അപാകതകൾ വന്നിട്ടുണ്ട്. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്തായാലും 28-ാം തീയതി പ്ലാൻ ചെയ്യും. കാരണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി ബാക്കി എത്ര ഉദ്ഘാടനങ്ങളുണ്ട്? 89. കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുള്ളൂ. റോക്കറ്റ് മുകളിലേക്ക് പോണ പോലെ തന്നെ 90, അല്ലേ? 90 മുതൽ തുടങ്ങിയാണ്. അപ്പൊ ഇന്ന് നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2023 ഡിസംബറിൽ ഞങ്ങൾ വയനാട്ടിലേക്ക് വണ്ടി കയറുമ്പോൾ, ഇപ്പോ ഞാൻ ഈ വേദിയിലേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അല്പസമയം ഞാനൊന്ന് എന്നെ തന്നെ പിച്ച് നോക്കി, ഇത് യാഥാർത്ഥ്യമാണോ? കാരണം 2023 ഡിസംബറിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റിനെ കുറിച്ചൊന്നും അറിയില്ല. നമ്മൾ പുതിയൊരു പരീക്ഷണമാണ്, ഇത് എത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന, ആദ്യം ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടായിട്ടും കണ്ണൂരിൽ നിന്നും അങ്ങേയറ്റം തിരുവനന്തപുരത്ത് നിന്നും അതിൻ്റെ ഇടയിലുള്ള എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് പേര് എത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യം ഞാൻ സ്വാഗതം ചെയ്ത് നിങ്ങളെ തന്നെയാണ്. കാരണം തമിഴ്നാടിൽ നിന്ന് വരെ, അത് UP, ഹരിയാന, അല്ലെ, അവിടെ നിന്നുള്ളവർക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം എല്ലാവർക്കും സ്വാഗതം. ഇനി എനിക്ക് സ്വാഗതം അർപ്പിക്കാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് അവറുകളാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നത് അദ്ദേഹം. പല തിരക്കുകൾ ഉണ്ടായിട്ടും എത്തിച്ചേർന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ അവറുകളെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഇന്ന് നിങ്ങളെല്ലാവരും വന്നിട്ടുള്ളത് എന്നെ കാണാനല്ല എന്ന് എല്ലാവർക്കും അറിയാം. ആണോ? എന്നെ കാണാനാണോ? യെസ് ഓർ നോ? ആരെ കാണാനാണോ? എന്നെ കാണാനാണോ അല്ലെങ്കിൽ വേറെ ആരും കാണാനാണോ? അങ്ങനെ പറയുന്നത് നമ്മുടെ അതിഥിയാണിത്, അല്ലേ? നമ്മളെല്ലാവരും വന്നിട്ടുള്ള ആരെ കാണാനാ? കേട്ടില്ല? നിങ്ങൾ ഒന്ന് കൂട്ടി നോക്കി. 90 കോട്ടേജ് 360 ദിവസം വാടകയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന റവന്യൂ ആണ് 67 കോടി രൂപയാണ്. ഈ 67 കോടി രൂപ വയനാട്ടിലേക്ക് വരുമ്പോൾ ഇനി വയനാട് ഉണ്ടാവാൻ പോകുന്നത് നിങ്ങൾക്കറിയാം. ചൂരൽമല ഉണ്ടായ ദുരന്തത്തിന് ശേഷം ടൂറിസം മേഖല സ്റ്റക്കായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ നമ്മളെ പോലുള്ളവർ വയനാട് നൽകിയ സ്നേഹം എന്തായാലും പഞ്ചായത്ത് അവറുകൾ അത് കണ്ടില്ല എന്ന് നടിക്കില്ല എന്ന് തോന്നുന്നു, അല്ലേ? അത്രയ്ക്കും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. മൂന്നാറിലേക്ക് നമ്മൾ തുടങ്ങാൻ പോയ പ്രൊജക്റ്റാണ്. കാരണം മൂന്നാറിലേക്ക് എന്തുകൊണ്ട് നമ്മൾ തുടങ്ങിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരുപാട് കർഷകരാണ് അവരുടെ വരുമാനം മുടങ്ങിയിട്ട് കടക്കണിൽ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് തോന്നി എന്തുകൊണ്ട് ഈ പ്രൊജക്റ്റ്
മറ്റുള്ളവരെ രക്ഷിച്ചുകൊണ്ട് തുടങ്ങിക്കൂടാ. ആ ഒരു ആശയത്തിൽ നിന്നാണ് ഇന്ന് ഈ ഒരു പ്രൊജക്ട് വയനാട്ടിൽ നമുക്ക് തുടക്കം കുറിക്കാൻ സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് തുടങ്ങുകയാണ്. വലിയൊരു പ്ലാസ്റ്റിക്കിലേക്കുള്ള ഈ വർഷം ഡിസംബർ 31 ഇവിടെ നടക്കുന്ന മെഗാ ഇനാഗുറേഷൻ, അന്ന് 25 ഉദ്ഘാടനമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഇടയിൽ 28-ാം തീയതി അടുത്ത രണ്ടാമത്തത്, അതോടൊപ്പം സെപ്റ്റംബറിൽ 2 എണ്ണം ഉണ്ട്, ഒക്ടോബറിൽ 4 എണ്ണം, അങ്ങനെ ഡിസംബർ 31-ാം തീയതിക്ക് മുമ്പ് 25 റിസോർട്ടിന്റെ ഉദ്ഘാടനം. അതോടൊപ്പം അടുത്ത വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ 90 റിസോർട്ടും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഇത് ലോകത്തിന് സമർപ്പിക്കാം. നിങ്ങൾക്കറിയുമെന്നറിയില്ല, ഇനി ഇവിടെ 20 രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് ആളുകളാണ് ഇവിടെ സന്ദർശിക്കാൻ പോണത്. ഇവിടെ താമസിക്കാനും നമ്മളെ കുറിച്ച് പറയാനും 20 രാജ്യങ്ങളാണ്. അതിനുള്ള കാര്യങ്ങളെല്ലാം കമ്പനി ചെയ്തു കഴിഞ്ഞു. അപ്പം ഇനി വൈകിയ വെള്ളം നിങ്ങളോട് പറയാനുള്ളത്, എല്ലാവരും ഇനി അങ്ങോട്ടേക്ക്, ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ റിസോർട്ടിന്റെ പ്രത്യേകത, ഇതിൽ ഇൻവെസ്റ്ററായി നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 4 തരത്തിലുള്ള ബെനിഫിറ്റുകളാണെന്ന് എല്ലാവർക്കും അറിയാം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അല്ലേ? 1, ഇതിൽ നിന്ന് മാസം തോറും മുടങ്ങാതെ കിട്ടുന്ന വാടക. 2, സാൻഡൽവുഡ് കൾട്ടിവേഷൻ കിട്ടുന്ന ഒരു അഗ്രികൾച്ചറൽ ഇൻകം. 3, ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് റെക്കമെൻഡ് ചെയ്താൽ കിട്ടുന്ന റെന്റൽ കമ്മീഷൻ. അതിനേക്കാൾ ഉപരി ഓരോ 10 വർഷം കൂടുമ്പോൾ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഉണ്ടാകുന്ന വർധനവ്, അല്ലേ? അങ്ങനെ റിയൽ എസ്റ്റേറ്റ് ലാഭം, ആ പ്രോഫിറ്റ്, അങ്ങനെ 4 തരത്തിലുള്ള പ്രോഫിറ്റ് കിട്ടുന്ന വലിയ ഒരു പ്രൊജക്റ്റാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്കായി തുറന്നു തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു വലിയ സന്തോഷം കൂടെ ഈ സമയത്ത് അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാധ്യമപത്രത്തിന്റെ അവരുടെ ഓഫീസേഴ്സ് വന്നിരുന്നു. ഇന്ന് രാവിലെ നമ്മളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നോവേറ്റീവ് ടൂറിസം എക്സലൻസ് അവാർഡ് 2025 ജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനി ലഭിച്ചു കഴിഞ്ഞു. വരുന്ന 2-ാം തീയതി നടക്കുന്ന കാലിക്കറ്റ് വെച്ച് നടക്കുന്ന 15,000 പേരടങ്ങുന്ന ആ ഒരു വലിയ പ്രോഗ്രാമിൽ വെച്ച്, കോഴിക്കോട് ബീച്ചിൽ വെച്ച് അത് നമ്മൾ ഏറ്റുവാങ്ങുകയാണ്. അതും നമ്മൾക്ക് സമ്മാനിക്കുന്നത് കേരളത്തിന്റെ ടൂറിസം മിനിസ്റ്റർ റിയാസ് അവർ തന്നെയാണ്. ഒരു അവാർഡ് അദ്ദേഹത്തിന് വാങ്ങിയുള്ളൂ. അപ്പൊ ഈ സന്തോഷം ഈ വേളയിൽ അതുകൂടെ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അപ്പൊ ഇനി നമ്മുടെ ഓരോ ചുവടുവയ്പും മുന്നോട്ടേക്ക് തന്നെ. അപ്പൊ ഇന്ന് ഒരിക്കൽ കൂടി ഈ പ്രോഗ്രാമിലേക്ക് എത്തി. ആദ്യമായിട്ട് ഒരു തിരുത്തുണ്ട്. ഞാൻ അതിർത്തി പഞ്ചായത്താണ്, പുൽപ്പള്ളി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. ഇത് മുള്ളംകൊല്ലി ഗ്രാമപഞ്ചായത്താണ്. രണ്ടും ഞങ്ങളെ സംബന്ധിച്ച് ഒരുപോലെ തന്നെയാണ്. അനുഗ്രഹീത കലാകാരി സരയു, പ്രിയപ്പെട്ട ജസ്പയുടെ ചെയർമാൻ, കൺവീനർ, ജസ്പെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പ്രോഗ്രാമിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ലിജോ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത്, ഈ ഭൂമി ഇവിടെ കൊടുത്ത ലിജോ എന്നോട് സൂചിപ്പിച്ച ഒരു ടൂറിസം രംഗത്ത് വലിയ ഒരു സംരംഭം വരുന്നു എന്ന് സൂചിപ്പിച്ചു. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള ഒരു പ്രദേശം, കാർഷിക വൃത്തിയിൽ ജീവിച്ചു വരുന്ന ആളുകൾ, അവൾ കാർഷിക മേഖലയിൽ ഒരു തകർച്ച സംഭവിച്ച ഒരു സന്ദർഭത്തിൽ വന്യമൃഗശല്യവും ഒക്കെയായി ഞങ്ങൾ ജീവിതത്തോട് മല്ലടിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇനി എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഗവൺമെന്റും സന്നദ്ധ സംഘടനകളും ജസ്ബെ പോലെയുള്ള സംഘടനകൾ അതിനൊരു ഉത്തരമായി ഞങ്ങളോട് പറയുന്നു, നാളെയുടെ വരുമാനം ടൂറിസത്തിലാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പൊ ഈ തൊഴിൽ സംരംഭം എന്ന നിലയിൽ ചെയർമാനോട് സൂചിപ്പിച്ചു, ഏതാണ്ട് 25,000 ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമായി വയനാട്ടിൽ ഇത് മാറുകയാണ് എന്നാണ് സൂചിപ്പിച്ചത്. ബഹുമാന്യനായ എൻ ഡി നിഷാദ് സർ, ചെയർമാൻ മിയ സർ, ബഹുമാന്യനായ ഹഫ്സ സർ, ബഹുമാന്യനായ ദിലീപ് സർ,
സ്നേഹം നിറഞ്ഞ രാഫി സർ, എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നിങ്ങളെല്ലാവരും ഒരു കുടുംബമാണ്. ഞാനാണ് ഇപ്പോൾ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ ഈ മൈക്കിന് മുമ്പിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത്? അതെ, ഇപ്പൊ ഞാൻ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായി സന്തോഷത്തോടെ ചേർന്നിരിക്കുകയാണ്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ സംസാരിച്ച് തുടങ്ങേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കാർഷിക മേഖലയിൽ ഊന്നി നിൽക്കുന്ന ഒരു സ്ഥലം, ഒരു പ്രദേശത്തെ കൈത്താങ് ആവശ്യമായ ഒരു സമയത്ത് ചേർത്ത് പിടിക്കാൻ കാണിച്ച ജസ്പേഡിന്റെ ഒരു വലിയ മനസ്സ് തന്നെയാണ്. അവിടെ തന്നെ നമ്മൾ സംസാരിച്ച് തുടങ്ങേണ്ട ആവശ്യകതയുണ്ട്. കാരണം വളരെ എളുപ്പത്തിൽ വേറൊരു മേഖലയിലേക്ക്, വേറൊരു സ്ഥലത്തേക്ക് പോകാമായിരുന്ന അവർ ഇത്രയും റിസ്ക് എടുത്ത് ഈ ഒരു പ്രദേശം സ്നേഹപൂർവ്വം തിരഞ്ഞെടുത്തു എന്നുള്ളതൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. അത് തന്നെ സൂചിപ്പിക്കുന്നത് അവരുടെ ഒരു മാനുഷികതയും ഒരു കാരുണ്യം നിറഞ്ഞ ഒരു മനസ്സും തന്നെയാണ്. ബിസിനസ് മേഖലയിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് അവരവർക്ക് സമ്പന്നരാകണം, അവരവർക്ക് വഴിതെറ്റി മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. ഈ വഴി നീട്ടി മുമ്പോട്ട് പോകുമ്പോൾ കൂടെ ഉള്ളവരെ കൂടെ ചേർത്ത് പിടിക്കണം. അല്ലെങ്കിൽ ഇത് ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണണം എന്ന് എല്ലാവരും പറയും, സ്വപ്നം കാണാൻ എല്ലാവരും പഠിപ്പിക്കും. പക്ഷെ എങ്ങനെ ഈ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് ആരും നമുക്ക് പറഞ്ഞു തരാറില്ല. അതിന് വഴി കാണിച്ചൊരു മനുഷ്യനാണ് ഇരിക്കുന്നത്. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നമ്മളോട് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ സ്വപ്നങ്ങൾ കാണൂ. തീർച്ചയായും ഞാൻ അതിലേക്കാണ് വരുന്നത്. അത് കിട്ടുന്ന ഞാൻ സ്വപ്നം കാണൂ എന്ന് എല്ലാവരും പറയും. എങ്ങനെ ഈ സ്വപ്നത്തിലേക്ക് നമ്മൾ എത്തും? അതിനൊരാൾ വഴി കാണിക്കാൻ മുമ്പിൽ വേണ്ടേ? അതിന് ഞാൻ സാറിൽ തുടങ്ങിയെന്നേ ഉള്ളൂ. നിയാസക്കയും അതേപോലെ തന്നെയാണ്. ഞങ്ങൾ ആക്ച്വലി അമ്മ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട് ആർട്ടിസ്റ്റുകളുടെ. അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള സൗഹൃദമാണ്, പരിചയമാണ്. അപ്പോൾ അവിടെ മുതൽ വ്യക്തമായിട്ട് അറിയാം എനിക്ക് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും മുതലാളി വരെ കാണാൻ സാധിക്കുന്നതിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എനിക്ക് നിങ്ങളുടെയൊക്കെ മുഖത്ത് കാണാം, ഹൃദയത്തിൽ നിന്ന് വരുന്ന പുഞ്ചിരിയും സന്തോഷവും എനിക്ക് കാണാം. അത് നൽകുന്ന, എനിക്ക് കിട്ടുന്ന സന്തോഷം അതിലേറെ വളരെ വലുതാണ്. അപ്പം എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ, ഒരു പടി കടന്നു പോകുമ്പോൾ കൂടെ നമുക്കും ഒരാൾക്കൊരു കൈത്താങ്ങ് നൽകാൻ പറ്റുന്നുവെങ്കിൽ അതിന് ശ്രമിക്കാൻ സാധിക്കട്ടെ. ഇദ്ദേഹമൊക്കെ തുടങ്ങി വെച്ച ഒരു വലിയ ശ്രമത്തിൻ്റെ എളിയ ഭാഗമായിട്ട് നിങ്ങൾ എല്ലാവരും ചേർന്നിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളവരെയും അതേപോലെ ചേർത്ത് പിടിക്കാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും പറയും ചന്ദനം മണക്കുന്ന പൂന്തോട്ടം എന്നൊക്കെ പാട്ടിൽ കേട്ടിട്ടേ ഉള്ളൂ. ഇതൊക്കെ യാഥാർത്ഥ്യമാകും, നമ്മുടെ ജീവിതത്തിലേക്ക് ഇതൊക്കെ കടന്നു വരും എന്നുള്ളത് എത്ര എളുപ്പത്തിലാണ്, എത്ര മനോഹരമായിട്ടാണ് ജസ്പേഡ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഒരു സ്വപ്ന തുല്യമായിട്ടുള്ള കാര്യമാണ് ഇവരോട് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് എടുത്ത് പറയാതിരിക്കാനും വയ്യ. അപ്പം എന്തായാലും ഈ ഒരു വയനാടിൻ്റെ പുൽപ്പള്ളിയുടെ ഈ ഒരു ഹൃദയഭാഗത്ത് ഇത്രയും സ്നേഹത്തോടെ എല്ലാവരും ഒത്തുചേർന്നിരിക്കുന്ന ഒരു അവസരത്തിൽ ഇനി അങ്ങോട്ട് സന്തോഷം നിറഞ്ഞ ദിവസങ്ങളും കാലങ്ങളും ആവട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ചിങ്ങം 1 ഒരു ശുഭമുഹൂർത്തം എന്നാണ് നമ്മൾ പറയുക, നല്ല ദിവസത്തിൻ്റെ തുടക്കം എന്നാണ് പറയുക. മഴ എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ തുടക്കമാണ് എന്നാണ് നമ്മൾ പറയുക. മഴ പെയ്യുന്ന ഒരു ചിങ്ങ പുലരിയിൽ, ഒരു ചിങ്ങ 1-ാം തീയതി നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ ഇനി അങ്ങോട്ട് ജീവിതത്തിലെല്ലാം സന്തോഷങ്ങൾ നിറഞ്ഞു നിൽക്കട്ടെ. ജസ്പേഡ് എന്നുള്ള പേര് ഹൃദയത്തിൽ ഏറ്റെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു വലിയ സ്വപ്നത്തിൻ്റെ വലിയ യാത്രയുടെ ഏറ്റവും ചെറിയ തുടക്കം, എളിയ ഗംഭീരമായിട്ടുള്ള തുടക്കത്തിന് ഭാഗമാവാനായിട്ട് ഈ എളിയ കലാകാരിയെ ക്ഷണിച്ചതിലുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ച് മനസ്സ് നിറഞ്ഞ് സന്തോഷത്തോടു കൂടിയാണ് തുടക്കം കുറിക്കുന്നത്. നിങ്ങൾ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ആ തുടക്കം കുറിക്കുന്നതായിട്ട് വിനീതമായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞങ്ങൾക്ക് സാർ എന്ന് പറഞ്ഞ് വാങ്ങിയവർക്ക് കൊടുത്ത ക്ലാപ്പ് മതിയോ മക്കളെ? താങ്ക് യു സോ മച്ച്. വയസ്സ് 17 ആയിട്ടുള്ളൂ എന്നാണ് ഇവരൊക്കെ വിചാരം. ഒരാളിന്ന് ക്ലീൻ ഷേവ് പഠിച്ചു, എന്താണ് അപ്പോ ഏറെ സന്തോഷത്തോടെ അവർക്കുള്ള കീ നൽകുന്നത് പ്രശസ്ത സിനിമാ താരം സരയുവാണ്. അത് ഏറ്റുവാങ്ങുന്നതിനായി എല്ലാ സ്നേഹനിധികളെയും ബഹുമാനായ സെബാസ്റ്റ്യൻ സാർ, വൈഫ് സിനി സെബാസ്റ്റ്യൻ, ശ്രീ ശിവദാസൻ, KSB റിട്ടയർ, രാധാകൃഷ്ണൻ മാഷ്, അച്ഛനായിരുന്നു സജീവൻ സാർ, കൃഷ്ണദാസ്. ഏറെ സന്തോഷത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു ക്ലാസ്, മനോഹരമായ ഒരു കൈയടി.
ഇടുക്കി പോരാ. താങ്ക് യു സോ മച്ച് സരയു, താങ്ക് യു. നമുക്ക് എല്ലാവർക്കും സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് അനുഗ്രഹീത കലാകാരിയായിട്ടുള്ള സരയുവിനെ നമ്മൾ ഇങ്ങോട്ട് നമ്മുടെ ഗസ്റ്റായിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ആ ഒരു ഉദ്ഘാടക ചീഫ് ഗസ്റ്റിന് തന്നെ ഞാൻ എൻ്റെ പേരിലും നിങ്ങളെല്ലാവരും എല്ലാ കോട്ടേജ് മുതലാളിമാരുടെ പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, നമുക്കറിയാലേ ഏതൊരു സ്ഥലത്ത് ചെന്ന് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴും ആ നാട്ടിലെ പൊതുപ്രവർത്തകരുടെ അല്ലെങ്കിൽ നമുക്ക് എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ആളുകളുടെ ഒരുപാട് സഹകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഇന്ന് ഇത്രയും ഒരു പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സത്യം പറഞ്ഞാൽ ഇദ്ദേഹം വരില്ലാതെ തന്നെ പ്രതീക്ഷിച്ചത്. എന്നിട്ടും നമ്മളെ എല്ലാവരെയും എന്താ പറയാ ആശംസകൾ അറിയിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന, അല്ലെങ്കിൽ എല്ലാവരും സപ്പോർട്ടുകളും ഒരു നേതാവ് എന്നുള്ള രീതിയിൽ, ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നമുക്ക് അത് ഓഫർ ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന പഞ്ചായത്ത് പ്രസിഡന്റിനും ഞാൻ എൻ്റെ പേരിലും നിങ്ങൾ എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ്സൊക്കെ ചെയ്യുന്ന, നമുക്ക് അധികം വൈകാതെ കേരളത്തിൻ്റെ കോടീശ്വരന്മാരുടെ 10 പേരുടെ ലിസ്റ്റിലൊക്കെ ഉൾപ്പെടുത്താനൊക്കെ ഒരുപാട് സാധ്യതകളുള്ള ഒരു ബിസിനസ് ടൈക്കൂണായിട്ടുള്ള ഹംസക്ക, അദ്ദേഹം ഇന്നിവിടെ വന്നത് ഞാൻ നമ്മളുടെ ഒരു ഭാഗ്യമായിട്ട് കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്ന് ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഇദ്ദേഹം ഒരു കോട്ടേജ് ബുക്ക് ചെയ്യാൻ വന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ക്ഷണിക്കപ്പെട്ട അതിഥിയായിട്ട് അദ്ദേഹത്തെ കണ്ടത്. പക്ഷെ ഇന്നിവിടെ വന്നു കഴിഞ്ഞപ്പോൾ 1 അല്ല 2 കോട്ടേജ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1.5 കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ നടത്തിക്കൊണ്ടാണ് അദ്ദേഹം വയനാട് ഇതിവിടെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിനും ഞാൻ എല്ലാവരുടെയും പേരിലും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും, നിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കേരളത്തിന്റെ കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം വരെയുള്ള 1 മുതൽ 14 ജില്ലകളിൽ നിന്നുള്ള എല്ലാവരോടും, എല്ലാ ജില്ലയിൽ നിന്നുള്ള പ്രതിനിധികളോട് ഉണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് UP, ഉത്തർപ്രദേശിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ട്, കർണാടകയിൽ നിന്നുള്ളവർ എത്തിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് പറയേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു, കേരളത്തിലെ ജില്ല പറയണ പോലെ തന്നെ. അപ്പൊ എന്തായാലും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമ്മളുടെ ഈ ഒരു അനുഗ്രഹീത നിമിഷങ്ങൾക്ക്, അതായത് നമ്മളുടെ ഈ ഒരു ആദ്യത്തെ ഈ ഒരു കോട്ടേജിന്റെ ആ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് ഇന്ന് സാക്ഷിയാവാനായി ഇത്ര പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അതെൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ എൻ്റെ പേരിലും കമ്പനിയുടെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും നിങ്ങൾക്ക് നന്ദി അറിയിക്കണം. അതുപോലെ തന്നെ ഇപ്പൊ തൊട്ടുമുമ്പ് കണ്ടില്ലേ, തങ്കച്ചി ചേട്ടനെ കണ്ടല്ലേ? യെസ്, ഇദ്ദേഹമായിട്ട് എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് വളരെ അടുപ്പുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി നമ്മളിതുപോലെ വയനാട്ടിലൊന്നും കൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, പഴയ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. ഈ പ്രാവശ്യം അത് ഓഗസ്റ്റ് 17-ാം തീയതി ആയിരുന്നു മാത്രം. പക്ഷെ കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ പാടിച്ചിറയിൽ കൂടുമ്പോൾ അവിടെ ചന്ദനത്തോട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചതും ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഊട്ടിയിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടതും. പക്ഷേ ഈ വർഷം നമ്മുടെ സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന ചെറുകിട ചന്ദന കർഷകരുടെ കൂട്ടായ്മയുടെ ഉദ്ഘാടനമായിരുന്നു അന്ന്. ഇന്നിപ്പോൾ നമ്മളത് 1 വർഷം പൂർത്തീകരിച്ചു. അടുത്ത ദിവസം നമുക്ക് ഇലക്ഷനൊക്കെ നടത്താനിരിക്കുകയാണ്. വീണ്ടും 1 വർഷം പൂർത്തീകരിച്ചൊരു സമയത്ത് തൊട്ടടുത്ത് 2 ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അന്ന് ചിന്തയിൽ പോലും ഇല്ലാതിരുന്ന ഒരു പുതിയൊരു പദ്ധതിക്ക് രൂപം കൊടുത്ത് അത് ഏകദേശം ഒരു രൂപം കൊടുത്തു എന്ന് പറഞ്ഞാൽ പോരെ, ഇന്നിപ്പോൾ നമുക്കത് റിയാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞു. നമുക്ക് എല്ലാവരും കാണാവുന്ന രീതിയിലേക്ക് ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് തന്നെ നമുക്കത് ആ പണികൾ പൂർത്തീകരിക്കാൻ സാധിച്ചത് നമ്മുടെ നേരത്തെ ഇവിടെ നമ്മൾ പുരസ്കാരം നൽകി ആദരിച്ച തങ്കച്ചി ചേട്ടന്റെയും ടീമിന്റെയും ആ ഒരു പ്രവർത്തന മികവ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊടുക്കണം നല്ലൊരു കയ്യനും. അതോടൊപ്പം നമ്മളെല്ലാവരെയും നന്ദി അറിയിക്കണം. നീ എൻ്റെ കൽബിൽ കയറി ഞാനതറിഞ്ഞു, മുഞ്ച് കാട്ടും പൈങ്കിളി നെഞ്ചിലൂറും പൂങ്കിനാവു നീ എൻ്റെ കൽബിൽ കയറി ഞാനതറിഞ്ഞു, മുഞ്ച്
കാട്ടും പൈങ്കിളി നെഞ്ചിലൂറും പൂങ്കിനാവു നീ കവിളത്തൊരു മറുകുണ്ട് കടമിഴിയിൽ കനവുണ്ട് അതിലുള്ള പൂവല്ലേ തേനൂറും ചിരിയല്ലേ കൊഞ്ചി കൊഞ്ചി നീയൊന്നു വരുമോ കരളെ ഇശലൊന്നു മൂടാൻ വരുമോ നീ എൻ്റെ കൽബിൽ കയറി ഞാനതറിഞ്ഞു കൊഞ്ചു കാട്ടും പൈങ്കിളി നെഞ്ചിലൂറും പൂങ്കിനാവു നീ ഇതാ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ നിങ്ങളെ എവിടെ സംഘത്തോടെ അനുഗ്രഹത്തിൽ നല്ലൊരു മനോഹരമായ കാര്യം. Sebastian